ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ പ്രേക്ഷകർക്ക് ടോപ്പ് 10 റിവ്യൂയിലേക്ക് റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പോൾ നടക്കുന്നത്. ടോക്സിക് എന്ന് പറയുന്ന യശന്റെ മൂവി നമുക്ക് ടീസർ നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ടോക്സിക് എന്ന് പറയുന്ന മൂവി നമുക്ക് വളരെ KGF ഒരു രീതിയിലാണ് നമ്മൾ ടോക്സിക് എന്ന മൂവി ഈ ഇടയ്ക്കാണ് യശന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായത്. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ടോക്സിക് എന്ന സിനിമയെ പറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ടേണിംഗ് പോയിന്റും നമ്മളെ അവിടെ അവശേഷിപ്പിക്കുന്നില്ല. എന്തോ ഒരു കഥയാണ് എന്ന് പറയുന്നത് കേട്ടോ. ടോക്സിക് എന്ന് പറയുന്ന സിനിമ യശ് എന്ന് പറയുന്ന റോക്കി രണ്ടാമത്തെ ഒരു വെൽക്കം നടത്തുകയാണ്. 2025 എപ്പോഴാണ് അത് റിലീസ് ചെയ്യുക ഒന്നും നമുക്ക് വ്യക്തമല്ല. ഇതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. യശ് എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തിന്റെ കരിയറിലെ ഇനിയൊരു മാറ്റം കൊണ്ടുവരാൻ യശ് എന്ന സിനിമയിൽ സാധിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ പറ്റുന്നത്. നവീൻ കുമാർ ഗൗത എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, കർണാടക. അപ്പൊ ഈ യശ് എന്ന് പറയുന്ന നടന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് 2025 ഏപ്രിൽ 10 ചിലപ്പോ ഈ മൂവി റിലീസ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ടീസർ അപ്ഡേറ്റ് അറിയാനുണ്ട്. അതാണ് ബർത്ത്ഡേ പ്രമാണിച്ച് യശിന്റെ നിർണയത്താൽ ഒരു വലിയൊരു സംഭവം നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. ദ സൾട്ടറി ആംബിയൻസ് ഓഫ് ദ ജോയിന്റ് pulsating with extravagance includes in sceneful soiree set the stage for this fire daily for gone up. Toxic was early scheduled release on April 10, 2025 തന്നെ ഈ മൂവി നമ്മുടെ മുന്നിൽ റിലീസ് ആവുന്നതാണ്. അപ്പോ ഇതിന്റെ ടീസറും കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ടീസർ ഒന്ന് കാണാം. KVN പ്രൊഡക്ഷൻ ആണ് ഈ ഒരു സിനിമ കൊണ്ടുവരുന്നത്. യശിന്റെ ഒരു വളരെ ക്ലയർഫുൾ ആയ ഒരു വെൽക്കം തന്നെയാണ്. KGF എങ്ങനെയാണോ അതിന് എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാം. KGF വീഴ്ത്താനുള്ള എല്ലാം ടോക്സിക്കിൽ ഉണ്ടാവാം എന്നാണ് നമ്മൾ പറയുന്നത്. ഡയറക്ടർ ഗീതു മോഹൻദാസ് എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. അവരാണ് ഇത് പ്രൊഡ്യൂസർ ചെയ്യുന്നത്. KVN പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പ്രൊഡ്യൂസർ ബൈ വി ഗേറ്റ് നേരാന റോക്കി സ്റ്റാർ അങ്ങനെയൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ 8 ജനുവരി ആയിരുന്നു ഇത് ഔട്ട് ആയിരിക്കുന്നത്. ഗീതു മോഹൻദാസ് ഒരു പഴയ ഒരു ആക്ടറാണ്. മലയാളത്തിൽ അഭിനയിച്ച പൃഥ്വിരാജ് സുകുമാരന്റെ ഒക്കെ കൂടെ പഴയ ഒരു സിനിമയിൽ അഭിനയിച്ച നടിയാണ്. മലയാളം നടിയായിരുന്നു ഗീതു മോഹൻദാസ്. അദ്ദേഹം അവർക്ക് പണ്ടേ ഒരു ടാലന്റ് ഒക്കെ ഉണ്ട്. ഒരു ഡയറക്ടർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രഡക്ഷൻ ആണ് അവരുടേത്. അപ്പോൾ ആ ഒരു കഴിവിനെ യശിൽ നിന്ന് വീണ്ടെടുക്കാൻ
ഗീതു മോഹൻദാസ് ശ്രമിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ബർത്ത്ഡേ പ്രമാണിച്ച് യശിന്റെ ഒരു വലിയൊരു ബോളിവുഡിനെയും ഹോളിവുഡിനെയും ഒക്കെ ത്രസിപ്പിക്കുന്ന ഒരു സിനിമ വരട്ടെ. ടോക്സിക് എന്ന് പറയുന്ന ആ സിനിമയെ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ സാധാരണ ഒരു സിനിമയായി കാണുന്നതേ ഇല്ല. യശ് എന്ന് പറഞ്ഞ ഈ വ്യക്തി മലയാളത്തിൽ KGF ഉണ്ടാക്കിയിരിക്കുന്ന ആ ഓളം വീണ്ടും സൃഷ്ടിക്കാൻ മലയാളികൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ അതൊരു വളരെ വലിയൊരു താങ്ക്സ് പറയേണ്ടി ഈ യശിനോടും ഇതിന്റെ ഡയറക്ടറോടും. പ്രൊഡ്യൂസർ KVN പ്രൊഡക്ഷൻസ് ആണ്. അവരാണ് ഇതിന്റെ ക്രിയേഷനൊക്കെ ചെയ്യുന്നത്. അപ്പം ഒരു വലിയൊരു ടോക്സിക് മൂവി തന്നെ ആയിരിക്കും. എന്താണ് അതിന്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വരും വഴികളിലൂടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആസിഫലിന്റെ ഒരു പുതിയ സിനിമ, ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ട് അഭിപ്രായം പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് നേരിട്ട് തന്നെ കാണാം. ഇത്തിരി വൈകിയായി കാണാനൊക്കെ. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങളും അതിന്റെ തിരക്കുകളുമായിരുന്നു. അതുകൊണ്ട് കണ്ടിട്ട് നമ്മൾ ആ അഭിപ്രായം നിങ്ങളോട് പറയുന്നതായിരിക്കും. അപ്പം ബൈ ഫോർ താങ്ക്സ് ഫോർ വാച്ച്.